നമസ്കാരം. ഞാനിപ്പോൾ തൃശ്ശൂർ ആറാട്ടുപുഴ എന്ന ദേശത്തെ കളരിക്കാവ് അമ്പലത്തിലുള്ള ശ്രീകുമാർ പണിക്കർ എന്ന പ്രസിദ്ധനായ മഷിനോട്ട പ്രവാചകനെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഏത് രൂപത്തിലാണ് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അതും കൂടി ഒന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് ചെറിയ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ തലമുറകളുടെ നേട്ടങ്ങൾ, മഷിനോട്ടത്തെ സംബന്ധിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ അത് അറിഞ്ഞ് പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. അത് ഏതായാലും ഞാനൊന്ന് അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചതിന് ശേഷം ബാക്കി കാണാം. നമസ്കാരം സ്വാമി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇപ്പോൾ ചില കാര്യങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ആണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോഴാണ് സ്വാമിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടു, അത് സെലിബ്രേറ്റ് ചെയ്തു, ഭക്ഷണം കഴിച്ചു, പായസം കുടിച്ചു. ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാലോ, അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ വാസ്തവത്തിൽ കണ്ണാങ്കുളത്ത് കളരി എന്ന് പറയുമ്പോൾ ഭദ്രകാളി ക്ഷേത്രം, അതുപോലെ വിഷ്ണുമായ കൂടെ, ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളത്? സ്വാമി ഒന്ന്. പൂർവികത്തിൽ കിട്ടപ്പണിക്കർ തൊട്ടുള്ള കാലഘട്ടേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അതൊരു 4 തലമുറ മുമ്പ്. ഈ കിട്ടപ്പണിക്കർക്ക് 3 ആൺകുട്ടികളും 5 പെൺകുട്ടികളാണ്. അങ്ങനെയുള്ള രീതിയിൽ ആ കിട്ടപ്പണിക്കരുടെ 3ാമത്തെ മകനാണ് രാമപ്പണിക്കർ. ആ രാമപ്പണിക്കരുടേതായിട്ടുള്ള തമിഴിന് ഞങ്ങളുടെ ഈ കിഴക്കേ വംശം എന്ന് പറയും. ഞങ്ങളുടെ മെയിൻ തറവാട് എന്നൊക്കെ പറയുന്നത് ചന്ദ്രാപിന്നിയാണ്. ചന്ദ്രാപിന്നിയിൽ നിന്ന് അങ്ങോട്ട് വരികയുണ്ടായിരുന്നു. അമ്മയുടെ സ്ഥലം, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് ആറാട്ടുപുഴയിലേക്ക് വരിക ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ബേസ് ചന്ദ്രാപിന്നിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അവിടുത്തെ ആ കാരണന്മാർ എന്നുള്ള ഏത് ഒരു കുടുംബം ഒരു കാരണന്മാരെ വെച്ച് ഇതാക്കോളൂ. അതൊരു കരിങ്കുട്ടിയായിരുന്നു മെയിൻ പ്രാധാന്യം. ഈ കരിങ്കുട്ടീനെ മൂലം വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു ശങ്കുണ്ണി മുത്തശ്ശൻ എന്നുള്ളൊരു മുത്തശ്ശനുണ്ട് ഈ കിട്ടപ്പണിക്കരെ. ആള് ഈ പറഞ്ഞതുപോലെ ദേവിയോടുള്ള ഒരു അടങ്ങാത്ത ഒരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങനെ സായുജ്യമാക്കി അങ്ങനെ ആ ശങ്കുണ്ണി പണിക്കര് പ്രതിഷ്ഠിക്കുന്നത് ആ ഭദ്രകാളി. അത് ശരി. അതിനോട് അനുബന്ധിച്ച് വിഷ്ണുവായും. അപ്പോൾ ശങ്കുണ്ണി പണിക്കർ എന്ന് പറയുന്ന ഒരു സാത്വികനായിരുന്നു, ഒരു നല്ല ഉപാസകനായിരുന്നു. അങ്ങനെ അതിൻ്റെ അനുഭവങ്ങൾ പലതൊന്നും പറഞ്ഞാൽ നമുക്ക് അറ്റത്തില്ല. അതേമാതിരിയുള്ള അനുഭവങ്ങൾ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പാരമ്പര്യം ആരംഭിക്കുന്നത്. അങ്ങനെ ദേവിയുടേതായിട്ടുള്ള മാഹാത്മ്യം, വിഷ്ണുമായയുടെ മാഹാത്മ്യം, കരിങ്കുട്ടി മൂലമായിട്ടുള്ള രീതിയിലുള്ള ആ മാഹാത്മ്യം ഒത്തുചേർന്നു വന്നപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ നടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ മഷിനോട്ടം എന്നുള്ള അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മ, അതായത് കിട്ടപ്പണിക്കരുടെ മോൻ്റെ ഭാര്യ ആറാട്ടുപുഴയിൽ നിന്ന് വരിക. അങ്ങനെ ആ കിട്ടപ്പണിക്കരിൽ നിന്നാണ് മഷിനോട്ടം ഈ മരുമകനായിട്ടുള്ള രാമപ്പണിക്കർക്ക് കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആ മഷിനോട്ടത്തിൽ എല്ലാവരും ജ്യോതിഷം അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ കൂടെയാണുള്ള പണ്ട് പോയിരുന്നത്. അപ്പം അതിൽ നിന്നൊരു വെറൈറ്റി, ഒരു പുതുമ വന്നപ്പോൾ അതിന് ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ വന്നു. അല്ല, വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഷിനോട്ടം പുതുമയല്ല. അല്ല, അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ശിവൻ, അതെ അതുണ്ട് പുരാണത്തിലൊക്കെ. അതെ, ആ പുരാണത്തിൽ ഒതുങ്ങിയിട്ടുള്ള ആ സംഭവം, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള സംഭവത്തിന് പുനരാഖ്യാനം കൊടുക്കുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയാണ് സ്വാമിക്ക് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുക? ഞാൻ എൻ്റെ ഉപാസന എന്നുള്ള രൂപത്തിൽ കൂടി പറഞ്ഞു തന്ന രീതിയും കാര്യങ്ങളും വെച്ചും അതിൻ്റേതായിട്ടുള്ള ഒരു അന്വേഷണം നോക്കിയപ്പോൾ ഈ ലോകം മുഴുവൻ സൂര്യ ചൈതന്യ, സൂര്യനിൽ നിന്നാണല്ലോ ഭൂമി, ആ പ്രകൃതിയാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ആ സൂര്യനാണ് നമ്മളൊക്കെ.
മനസ്സിലായില്ലേ? അതെ. അങ്ങനത്തെ അപ്പോൾ ആ ബോധം എന്ന് പറയുന്ന ശക്തി അതിൽ വരുന്നത് അതൊന്നാ. അപ്പോൾ അതിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഉപാസന കൊണ്ടും ആ വ്രതം കൊണ്ടും ആഴത്തിലിറങ്ങുമ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും നമ്മുടെ മെമ്മറിയിൽ വരും, നമ്മുടെ ബുദ്ധിയിൽ വരും, ലോകത്തിന്റെ ഏത് മുക്കിലും മുക്കിലും. അതാണ് യഥാർത്ഥത്തിൽ മഷിനോട്ടം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരി തന്നെ. എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോൾ ശരിക്കും വരാണെങ്കിൽ സംശയമില്ലാതെ ആ രീതിയിൽ അങ്ങോട്ട് വെച്ചങ്ങോട്ട് ഒരു ആരാധനാമൂർത്തി പോലെ മനസ്സിൽ വെച്ചങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്, കറക്റ്റിൻ്റെ കറക്റ്റാ. അപ്പം അത് പിന്നീട് അത് അതിൻ്റെ ഒരു മറ്റുള്ള ഭാവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രത്യേക മൂടി കൊടുത്തിട്ട് മഷിനോട്ടം എന്നുള്ള സമ്പ്രദായത്തിലേക്ക് വന്നു. അതായത് ഇപ്പം ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കൽ ജ്ഞാനപ്പഴത്തിന് വേണ്ടി ഗണപതിയും സുബ്രഹ്മണ്യനും വഴക്കുണ്ടാക്കി ഓടിപ്പോയി. ആര്? സുബ്രഹ്മണ്യം ഓടിപ്പോയി. അപ്പോൾ പാർവതിക്ക് വിഷമായി. അപ്പോൾ ശിവനോട് വന്ന് കുറേ പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താണ് വേണ്ടത്, മകൻ എവിടെയാണെന്ന് അറിയണം, മകനെ കാണണം, അതാണല്ലോ. അപ്പോൾ തൃക്കണ്ണിൽ നിന്ന് അഞ്ജനം എടുത്ത് വെറ്റിലയിൽ പുരട്ടി കാണിച്ചു കൊടുത്തു, നോക്കൂ എവിടെയുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ സുബ്രഹ്മണ്യൻ പഴനിമലയിൽ വസിക്കുന്നതായിട്ട് കണ്ടു. അത് ദൃഷ്ടിപരമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പാർവതിക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതങ്ങനെ മറ്റുള്ളവർക്ക് സ്വാമിയെ സംബന്ധിച്ച് അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ലേ? ഓക്കെ, 100%. അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായത് സ്വാമിക്കൊന്ന് പറയാൻ പറ്റുമോ, വിശദീകരിക്കാൻ? അനുഭവം എന്ന് പറയുമ്പോൾ അനേക അനുഭവങ്ങളുണ്ട്. അതിൻ്റെ വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഈ വക്കീലന്മാരെ അങ്ങനെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്ന ലോ സെക്രട്ടറി നമ്മുടെ ഡൽഹി ലെവലിൽ, അങ്ങനെ ആ ലോ സെക്രട്ടറിയുടെ നിലപാട് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥയിലാണ്, പട്ടര് അയ്യര് അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഒരു ഷെഡ്യൂളായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ നിയമിതനായത്, പഠിപ്പുണ്ട്. അത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ സഹിക്കാൻ പറ്റാണ്ട് നോക്കുമ്പോൾ വേറെ തരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അയാളെ ഭ്രാന്താക്കി ആളിറങ്ങിപ്പോയി. അപ്പോൾ ഇയാൾ എവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ചലിക്കുന്നതാണ്, അതുകാരം നിങ്ങൾ പോയാൽ അത് കാണാൻ പറ്റില്ല, ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ആ ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തോട് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ പഠിപ്പും ആ ഉദ്യോഗത്തിൻ്റെ പല അങ്ങനത്തെ ലെവലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഡ്രസ്സും മറ്റു ഭൂഷാദികളൊക്കെ വേറെ ആൾക്കാർക്ക് കണ്ടപ്പോൾ ഇയാളയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇയാളെ അപഹരിക്കാൻ വേണ്ടി ചെന്നു പിടിവലി കാര്യങ്ങളൊക്കെ. ഇയാളൊരു മെൻ്റൽ മാതിരിയായിരുന്നു. പോലീസും വന്നു കാര്യങ്ങൾ. അപ്പോഴാണ് ഇയാളുടെ ഐഡൻറ്റി കാർഡ് പുറത്തേക്ക് വന്നത്. അങ്ങനെ ആ രീതിയിൽ അനുഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. വെരി ഗുഡ്. അങ്ങനെ പിന്നെ പല അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടിലേക്ക് കിടക്കണ്ട. അതിൻ്റെ രീതിയിൽ ആൾക്കാർക്ക് അത് അങ്ങനത്തെ ആ കാര്യങ്ങൾ അറിയണമെന്ന് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അതേമാതിരിയുള്ള കാര്യങ്ങൾ നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ രീതിയിൽ കൊണ്ടുവരാനും സാധിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ ചിട്ട, അനുഷ്ഠാനം, അത് ലോകത്തിൽ ആർക്ക് വരുന്നുവോ അവരുടേതായിട്ടുള്ള പവർ തന്നെ മാറും. അതെന്ന് നശിക്കുന്നുവോ അതേപോലെ നശിക്കുകയും ചെയ്യും. അങ്ങനെ മഷിനോട്ടത്തിലാണല്ലോ പ്രാധാന്യമായിട്ട് തൊഴിൽ വന്നത്. അപ്പം ആ മഷിനോട്ടത്തിൻ്റെതായിട്ടുള്ള കാരണവർ ആറാട്ടുപുഴയാണല്ലോ. അങ്ങനെ ആറാട്ടുപുഴ, പിന്നെ അമ്മയുടെ, നമുക്കാണെങ്കിൽ ഭാര്യ മക്കൾക്ക് ഏത് എൻ്റെ അച്ഛയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ അമ്മ വീട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം, ആ ഒരു ഇഷ്ടം വെച്ചിട്ടാണ് ആറാട്ടുപുഴയിലേക്ക് അവിടുന്ന് വരുന്നത്, ചന്ദ്രാപിന്നിന്ന് വരുന്നത്. ഇവിടെ വന്ന് പിന്നെ അച്ചമ്മേനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അമ്മ പറയണ പോലെ അച്ചമ്മയാണെങ്കിൽ ആ ദേവി അടുത്ത് വന്നിരുന്ന് കൂടെ കെടുക്കുന്ന രീതിയെ സംസാരിക്കുക. അവരുടെ അനുഭവം അങ്ങനെയായിരിക്കും. അങ്ങനത്തെ അത്രയും പവറിലും കാര്യങ്ങളും. പിന്നെ അച്ഛ ആ സമയത്തൊക്കെ സിലോണിലായിരുന്നു. സിലോണിൽ പോയി 3 മാസം നിൽക്കും, 3 മാസം ഇവിടെ നിൽക്കും.
അവിടെ സിലോണിൽ സിനിമാവോ ഭണ്ഡാര നായകൻ അന്നത്തെ പ്രധാന അത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രധാന ഉപദേഷ്ടാവായിരുന്നു. അച്ചോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള പവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛൻ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ 4 മക്കള് 5 പെണ്ണുങ്ങൾ എന്നുള്ള രൂപത്തിൽ കൂടെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. ഇഷ്ടം തോന്നണേക്കാൾ മുമ്പ് അങ്ങനെയുള്ള ജീവിത രീതിക്കായിരുന്നു. അപ്പോൾ മനസ്സിലായി ഇതൊന്നല്ല അതിൻ്റെ ജീവിതം. അതിൻ്റെ രീതിയിൽ ദൈവത്തിനോട് എടുത്താലേ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ശാന്തി സമാധാനം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ദൈവത്തോട് കൂടുതലെടുത്തു. അങ്ങനെ വന്നു. അത് അച്ഛനായ ദാമോദര പണിക്കരുടെ സപ്പോർട്ട് കൂടുതൽ സ്വാമിക്ക് കിട്ടി അല്ലേ? കിട്ടി. അപ്പോൾ 2 ജ്യേഷ്ഠന്മാർക്ക് അത് കിട്ടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ അച്ഛൻ വിദേശങ്ങളിലായിരുന്നു, സിലോണിലായിരുന്നു. അപ്പോൾ അവരെ അങ്ങോട്ട് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഉപേക്ഷിച്ച് വന്ന സമയത്ത്, വേണ്ടാന്ന് വെച്ച് വരുന്ന സമയത്ത് ഞാനാ ചെറുപ്പം എന്നെ ശരിക്കും ഇട്ട് പിടിച്ചു. ആ പിടുത്തം ഇപ്പോഴും. അതെ. അപ്പൊ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വിഷമം ബുദ്ധിമുട്ടൊക്കെയാ തോന്നിയത് പ്രായത്തിന്റെ. പിന്നെ എന്ത് കാര്യം ആത്മാർത്ഥതയോടുകൂടി കുറച്ച് നാളെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും നമ്മുടെ സ്വഭാവത്തിന്റെ രീതിയായി മാറും. അങ്ങനെ ആ സ്വഭാവത്തിൽ കൂടെ ഈ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തു. ഇപ്പോൾ സ്വാമി, പൊതുവെ ഇപ്പോൾ പുറത്തുള്ള വ്യക്തികൾക്ക് കൂടുതൽ മഷിനോട്ടത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മറ്റാരേക്കാളും ശ്രീകുമാർ പണിക്കർ എന്ന് പറയുമ്പോൾ കൂടുതൽ താല്പര്യം. ആ താല്പര്യം ഏത് രൂപത്തിലാണ് സ്വാമി അത് കൊണ്ടുവന്നത്? അത് ഞാൻ കൊണ്ടുവരില്ല ചെയ്തത്. അത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അനുഭവം വെച്ച് നോക്കുക. അപ്പോൾ അവരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊന്നും പോണ മാതിരിയല്ല. ഇവിടെ അതേപോലെയുള്ള ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ തരം പോലെ, അതിൻ്റെ ചിട്ട പോലെ നീ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ മനസ്സിലാക്കിയപ്പോൾ ഇത് ലോകം അറിയുന്നില്ല. അപ്പം ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളതിലൊക്കെ ചില ബന്ധുക്കൾ ഇത്ര മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതല്ല, ഞങ്ങളെ പോലെ അവിടെ ഇവിടെയൊക്കെ പോയി പൈസയൊക്കെ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ചില ആൾക്കാർ ആ കാലഘട്ടങ്ങളിൽ ഈ മനോരമ, മാതൃഭൂമി, തമിഴ്നാട്ടിൽ ഇങ്ങനെ തമിഴന്മാരൊക്കെ വരും, അവർ ദിനതന്തി, അങ്ങനെ അവർ പരസ്യം ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പരസ്യം ചെയ്തു തരുന്നില്ല. ആ പരസ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഈശ്വരൻ നമുക്ക് കാര്യങ്ങൾ അതേപോലെ നമ്മളെ എത്തിക്കല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആരും ചെയ്തിരുന്നില്ല. ഇവരിങ്ങനെയുള്ള നമ്മളെ പറ്റിയുള്ള പരസ്യം ചെയ്തോടുകൂടി അങ്ങനെ മൊത്തം ശ്രീകുമാർ പണിക്കർ എന്നുള്ള പബ്ലിക്കിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി. അതെ, ഇപ്പോഴും അതേമാതിരി തന്നെ ആൾക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ സ്വാമി? ഞാനൊരു കാര്യം അറിയാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ ആറാട്ടുപുഴ വശിഷ്ഠ മഹർഷിയുടെ അമ്പലം അല്ലേ? അപ്പോൾ അതിന് ആറാട്ടുപുഴ ശാസ്താവ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു അറിവ് വരുന്നത് അയ്യപ്പസ്വാമിയെന്നാണ്. അതെ 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 അതെ, അയ്യപ്പസ്വാമി അല്ല അത്. അല്ല. അപ്പോൾ ഈ ആറാട്ടുപുഴ വശിഷ്ഠ മഹർഷി ആ അമ്പലം ശ്രീരാമന്റേതായിട്ടുള്ള ഗുരു കൂടി. അതെ അതെ അതെ. അപ്പോൾ ആ ശ്രീരാമസ്വാമിനെ വർഷത്തിൽ കാണാൻ വേണ്ടി വരുന്നത്, അതാണ് ആറാട്ടുപുഴ പൂരം. അതെ അതെ അതെ. ഏകദേശം 1500 വർഷത്തോളം 1500 അല്ല, 1444 വർഷമാണ്. വെരി ഗുഡ്. കറക്റ്റ്. അതെ, അതിന്റെ കറക്റ്റ് ഇതാണ്. അപ്പോൾ അന്ന് മുതൽ അപ്പം നമ്മുടെ ഈ ക്ഷേത്രമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ ഭദ്രകാളി ക്ഷേത്രം നമ്മുടെ ഇല്ല, അതിനുശേഷമാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അല്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യം കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ചന്ദ്രാപിന്നെയും. ഇവിടുത്തെ പാരമ്പര്യം കിട്ടപ്പണിക്കരി എന്നുള്ളത് അത് എത്ര തലമുറ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ അത് വന്നതിന് ശേഷമുള്ള രീതിയിൽ ആ കിട്ടപ്പണിക്കരുടേതായിട്ടുള്ള ആ മൂല്യം മനസ്സിലാക്കി ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇന്ന് ഈ പൂരം, അടുത്ത വർഷം പൂരം ഇന്ന നാള് എന്നൊക്കെ പ്രവചിച്ച് കൊടുക്കുന്നതാണ്. വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആ പണ്ടുകാലം മുതലേ തലമുറകൾക്കപ്പുറം അതെ നിന്ന് തുടങ്ങിയതാണ്. അതിങ്ങനെ പല ആചാരങ്ങളും അവിടെ ഉണ്ട്. ഇവിടെ അമ്മമാരുണ്ട്, അവരാണ്
കൊട അങ്ങനെയുള്ള തരത്തിലുള്ള സംഭവങ്ങൾ, അങ്ങനെ ഓരോ ജാതിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യം ഇവിടെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അമ്പലവുമായിട്ടുള്ള മിംഗ്ലിംഗ്, ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് ആറാട്ടുപുഴ പൂരത്തിന്? അതായത് തറക്കേ പൂരത്തുന്ന ഒരു ദേവം വന്ന് പറയെടുക്കും. അങ്ങനെ അത് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് പറയെടുത്ത് പോയിട്ടുള്ള ചരിത്രങ്ങളായിട്ട് അപ്പൊ ഞങ്ങളൊക്കെ അത് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം, കൂടുതലായിട്ട് ബന്ധം ഞങ്ങളുടെ ഈ പണിക്കര് കുടുംബത്തിന്. ശാസ്താവ് നേരിട്ട് വന്ന് ഈ സ്ഥലത്ത് വന്നിട്ട് പറയെടുത്ത് പോകും. കുലമഹിമ, അത് പണിക്കർ കുലമഹിമ എന്ന് പറയുന്നത് നമുക്ക് അത് പെട്ടെന്ന് വിസ്തരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏത് രീതിയിലായാലും, ഇപ്പോൾ കളരിപ്പയറ്റായാലും ശരി, മഷിനോട്ടായാലും ശരി, മർമ്മചികിത്സയായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പണ്ടുകാലം മുതലേ പണിക്കർ കുലം പ്രഗത്ഭര. അതെ, 5 തൊഴിലായിരുന്നു. അത് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അതായത് ഞങ്ങൾ ആദ്യം ഇവിടെ ജ്യോതിഷമാണ് പണിയെന്നെങ്കിൽ ജ്യോതിഷത്തിൽ ഈ വൈദ്യം വരും. ജ്യോതിഷം അറിഞ്ഞ് വൈദ്യം ചെയ്താലേ വലിക്കുള്ളൂ, മനസ്സിലായി. അപ്പോൾ അതിൽ ആയുർവേദം വന്നു. ആയുർവേദം ചെയ്താലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിൽ മാന്ത്രികം വേണം, കണ്ട. അപ്പൊ ജ്യോതിഷം കൊണ്ട് മാന്ത്രികമായി വന്നു. അപ്പൊ 3 തൊഴിലായി, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള രീതി ശരിയാവാണ്ട് വരുമ്പോ ചില അഭ്യാസമുറകളെ കൊണ്ടാണ് ആ രോഗത്തിനെ ചവിട്ടി വീഴ്ചല് അങ്ങനെയുള്ള അങ്ങനെ കളരി അഭ്യാസം അതിൽ വന്നു. അപ്പൊ 4ആയി. അപ്പൊ കളരി അഭ്യസിക്കുമ്പോ മർമ്മം വന്നു. അതൊക്കെ ഇതിനോട് ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്നതാ, ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ഇതൊക്കെ ഇതിൻ്റെതായിട്ടുള്ള എല്ലാതിൻ്റെയും മെയിൻ ഘടകം കിടക്കുന്നത് മനസ്സാ. അപ്പൊ മനസ്സിനെ ശരിക്കും പറയുകയാണെങ്കിൽ ശക്തപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള യോഗ അങ്ങനെ 5 തൊഴിലാണ് ഇതിൽ ബന്ധപ്പെടുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശം ഇതിലൊക്കെ കുറേശ്ശെ പ്രാവീണ്യം ഉണ്ടായിരിക്കും. അറിയും. അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ചില ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമായിട്ട് നല്ലൊരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഫിലിം പ്രൊഡ്യൂസറുണ്ട്, വലിയ പ്രൊഡ്യൂസറാ സുഭാസ്കർ. ആ സുഭാസ്കർ ഇവിടുത്തേതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ചില പൂജകളും കാര്യങ്ങളും. യന്ത്രൻ സെൽവം പ്രൊഡ്യൂസറാ. അവര് നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ, എന്തായാലും അവരൊക്കെ അതേമാതിരിയുള്ള പവറുള്ള ആൾക്കാരുടെ ഇതിന്റെ പേരിൽ ഒരു പരീക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ. അങ്ങനെ ആ പരീക്ഷണത്തിലൊക്കെ വിജയിച്ച് അവർക്ക് ബോധ്യമായി. അങ്ങനെ അവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കേരളത്തില് ഈ തൃശ്ശൂരിന് ഭയങ്കര പ്രാധാന്യം. കേരളത്തിന്റെ നിലപാട്, മാന്ത്രികത്തിന്റെ നിലപാട്, ഇങ്ങനെയുള്ള ദൈവങ്ങളുടെ നിലപാടും കൂടുതലായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ തന്തു വരുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ആ തൃശ്ശൂർ ജില്ലയിൽ പാരമ്പര്യത്തിന്റെ നിലപാട് നോക്കുമ്പോൾ നമ്മളാണ് മുൻപന്തിയിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെ കർണാടകത്തില് ഈ തൃശ്ശൂരിന്റെ സ്ഥാനം പോലെയാണ് കൊല്ലകാല. ആ കൊല്ലകാലാണ് നടൻ രാജകുമാറിന്റെ ദൈവങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് ചില ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോ അവര് നമ്മളെ അടുത്തേക്ക് വന്ന് അങ്ങനെ കൊല്ലകാലയിൽ പോയി അവർക്കൊരു തിരുപ്പതി ദേവനൊക്കെ ഉണ്ട്. അവിടുന്ന് തിരുപ്പതി രാജകുമാറിന്റെ അവിടെ പോയി അവരെ ഫാമിലി ആയിട്ടുള്ള ഒരു കൂടെ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവരിങ്ങനെ എവിടെ ചെന്ന് നോക്കിയാലും ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും. അപ്പൊ അവര് വെറുതെ ഒന്ന് ഇങ്ങനെ കേരളമൊക്കെ ഇന്ത്യയൊക്കെ സന്ദർശിക്കാൻ വന്നതാണ്. അപ്പൊ ഇതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി വന്ന് ഇതേമാതിരി വന്നപ്പോ അവർക്കും അതേമാതിരിയുള്ള അനുഭവങ്ങളായി. അങ്ങനെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സാണ് ഈ ലോകത്തിന്റെ മുഴുവൻ മനുഷ്യനാട്ടത്തിനെ പറ്റി പറഞ്ഞില്ലേ, മനസ്സിന്റെ ആ ഭാവങ്ങളാണ് മൊത്തം ലോകം മുഴുവൻ കിടന്ന് കഴിക്കുന്നത്. അതും നമ്മളൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെ എന്തൊക്കെ നടക്കുന്ന അറിയുന്നത് പോലെ ഈ മനസ്സിനെ ഏത് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചുകൊണ്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അവരെ നല്ല രീതിയിലേക്ക് മാറ്റിമറിക്കാനുള്ള നിലപാടാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള തൊഴിൽ, ഈ മാന്ത്രികം, ജ്യോത്സ്യം കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്വാമി, അവിടുന്ന് വലിയ തിരക്കാന്ന് എനിക്കറിയാം. ഇത്രയും ഞാനിവിടെ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള പ്രവർത്തികൾ, പഴയ തലമുറയും പുതിയ തലമുറകളും അതിനു വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നതും അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം മാനസികമായ സന്തോഷം തോന്നി.
എന്നാലും ഇനിയും കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിൻ്റെ മുൻപ് ഞാനൊരു കാര്യം പറയാം. ഓ, ഈ ഗുരു ശിഷ്യ ബന്ധമാണ് ഏത് തൊഴിലിൻ്റെയും പ്രാധാന്യം. അതെ. അപ്പോൾ നമ്മളെ വരുന്ന തലമുറ, മക്കള്, മരുമക്കള്, അവരൊക്കെ ആദ്യം ശിഷ്യരാവണം. ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് വന്നാലേ നാളെ എന്നെ പോലെ ഗുരുവാവാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ നിർബന്ധമായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ കൂടെ, അതൊക്കെയാണ് നേരത്തെ കണ്ടത്. അല്ലാതെ മറ്റു പണിക്കാരെ എന്നല്ല നമ്മളിവിടെ. എനിക്ക് വളരെയധികം മാനസികപരമായ സന്തോഷമായത്. അപ്പോൾ ഇനിയും ഒരുപാട് സംസാരിക്കണം, അറിയണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പൊ സ്വാമിയുടെ തിരക്ക് മൂലം ഇപ്പൊ തൽക്കാലം നമുക്ക് വിട പറയാം. ഓക്കെ. എനിക്ക് വളരെയധികം സംതൃപ്തി തോന്നിയ ഒരു സ്ഥലമാണ് ഇത്. കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പല ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിന് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടുത്തെ പൂജാ വിധി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. സംതൃപ്തി ആണ് എനിക്ക്. സ്വാമിയായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ കിട്ടി. ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ഉണ്ട്. ഇതോടുകൂടി ഇൻ്റർവ്യൂ തീരില്ല, ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളോടും സ്വാമിയോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വിട പറയട്ടെ.